പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഈ കാലഗണനയിൽ ഈ ബൈബിൾ കഥയെ 12 സമയപരിധിക്കുള്ളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന ആ ടൈം പീരീഡിലെ മൂന്നാമത്തെ ടൈം പീരീഡായ ഈജിപ്തും പുറപ്പാടും എന്ന ഭാഗം ഈ ദിവസം കൊണ്ട് അവസാനിക്കുകയാണ്. നമ്മൾ നാളെ മുതൽ കർത്താവിൻ്റെ കൃപയിൽ പുതിയൊരു സമയ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. പുറപ്പാട് പുസ്തകത്തിൻ്റെ 39 അധ്യായത്തിൻ്റെ ശ്രദ്ധാപൂർവമായ വായനയിൽ നമുക്ക് സൃഷ്ടി വിവരണവുമായി, അതായത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1ഉം 2ഉം അധ്യായങ്ങളുമായി ചില ശ്രദ്ധേയമായ സമാനതകൾ കണ്ടെത്താൻ കഴിയും. സമാഗമ കൂടാരത്തെക്കുറിച്ച് നമ്മൾ ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ വായിക്കുന്നതിന് മുമ്പ് സമാഗമ കൂടാരത്തെക്കുറിച്ച് ദീർഘമായി ചർച്ച ചെയ്തിരുന്ന അധ്യായങ്ങളാണ് പുറപ്പാട് 25 മുതൽ 31 വരെ അധ്യായങ്ങൾ. ഒരിക്കൽ കൂടി ആ അധ്യായങ്ങളിലൂടെ ഈ അവസാന അധ്യായങ്ങൾ മനസ്സിലാക്കുന്നതിന് നാം കടന്നു പോകേണ്ടതുണ്ട്. 25 അധ്യായത്തിൻ്റെ പുറപ്പാട് 25 അധ്യായത്തിൻ്റെ 1